കുറച്ച് ദിവസമായിട്ട് ഉറക്കം വരാൻ നല്ല ലേറ്റാകും എന്ന് പറഞ്ഞാൽ ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴാണ് ഉറങ്ങുന്നത്. ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുക, 10 മണിയൊക്കെയാവും. പക്ഷേ എനിക്കാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ ചെയ്തു തീർക്കാനുള്ളൊരു ദിവസമാണെന്ന്. കുറേ പഠിച്ചു തീർക്കാനൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും ബയോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമുക്കൊരു സേഫ് ഓപ്ഷൻ. അതാവുമ്പോൾ കുറച്ച് സമയത്തിൽ കുറേ സാധനം കവറാവും. രാവിലെ തന്നെ രാവിലെ എന്ന് പറയാൻ പറ്റില്ല, ലേറ്റായിട്ടാണല്ലോ എഴുന്നേറ്റ്. സോ എഴുന്നേറ്റിട്ട് ആദ്യത്തെ സെഷന് ഞാനെടുത്തത് ബയോളജിയാണ്. ബയോളജി അത്യാവശ്യം ഫാസ്റ്റായിട്ടൊക്കെ കഴിഞ്ഞു. ബയോളജിയിൽ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് നേരത്തെ വായിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് എക്സാമിനുള്ള ടോപ്പിക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ബുക്കിലുള്ളൊരു 145 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് ഫുള്ളങ്ങ് ചെയ്തു ഇരുന്ന്. മുമ്പൊന്നും ഞാൻ ബയോളജി ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാറില്ല. ജസ്റ്റ് ചാപ്റ്റർ വായിക്കാൻ എന്നിട്ട് എക്സാമിനിരിക്കും. എന്തായാലും എക്സാമിന് ക്വസ്റ്റ്യൻസ് തന്നെയാണല്ലോ ചെയ്യുന്നതെന്ന് ഓർക്കാറ്. പക്ഷേ അപ്പോൾ എനിക്ക് സ്കോറിലൊക്കെ നല്ല വേരിയേഷൻ വന്നു. നെഗറ്റീവ്സൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ബയോളജി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് റീഡിങ് സ്പീഡ് നന്നായി കൂടുന്നുമുണ്ട്. രണ്ടാമത്തെ സെഷനും ഇന്ന് ബയോളജി തന്നെയായിരുന്നു എടുത്തത്. ബയോമോളിക്യൂൾസ് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ബയോമോളിക്യൂൾസ് ആദ്യം ചാപ്റ്റർ വായിക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ചാപ്റ്റർ വായിച്ചപ്പോൾ ഒന്ന് സ്കാറ്റേർഡ് ആയിട്ടാണല്ലോ ബയോമോളിക്യൂൾസ് കിടക്കുന്നത്. അതുകൊണ്ട് അത്ര അങ്ങ് റെഡി ആയില്ല. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ജസ്റ്റ് ഒരു 1 ഷോട്ട് കണ്ട് അതിൻ്റെ കൂടെ റിവൈസ് ചെയ്ത് ജസ്റ്റ് ഒരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് ഒന്നുകൂടെ ടെക്സ്റ്റ് വായിച്ച് ടേബിൾസൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ബയോമോളിക്യൂൾസിൻ്റെ റീഡിങ് കഴിഞ്ഞു. പിന്നെ അത്യാവശ്യം നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ വന്നു ആ ചാപ്റ്ററിൽ. ഞാൻ ബയോളജി വളരെ കുറച്ച് ചാപ്റ്റേഴ്സിന് മാത്രമേ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാറുള്ളൂ. കാരണം അത് പിന്നെ നോക്കുമ്പോൾ എനിക്ക് പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന ചാപ്റ്റേഴ്സ് ഞാൻ നോട്ട് എഴുതി എൻ്റേതായിട്ടുള്ള ലാംഗ്വേജിലൊക്കെ എഴുതി വയ്ക്കും. അപ്പോൾ എനിക്ക് റിവിഷൻ വരുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചാപ്റ്റർ കവർ ആവാറുണ്ട്. അത് കഴിഞ്ഞ് ടെക്സ്റ്റും വായിക്കും. അപ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയി എന്നുള്ളൊരു ഫീലിംഗ് വരും. അത് കഴിഞ്ഞ് ബയോമോളിക്യൂൾസിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാനിരുന്നു. പിന്നെ ഇതുപോലെ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറേ കൂടെ ക്ലിയർ ആവുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഡാറ്റാസും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ എഴുതി വെച്ച് പിന്നെയും അത് നന്നായി മാർക്കൊക്കെ ചെയ്ത് വെച്ച് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ബുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ കുറച്ചുകൂടെ ഇഫക്റ്റീവായിട്ട് നമുക്ക് കുറേ കൂടെ മെമ്മറൈസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ടെക്സ്റ്റ് വായിച്ച് കുറേ പ്രാവശ്യം മറന്നു പോകുന്ന ഡാറ്റാസൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്തേക്കുന്ന രീതിയിൽ നമുക്ക് ഓർമ്മ ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫിസിക്സ് കുറച്ച് ലെക്ചർ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കേട്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തലേദിവസം പഠിപ്പിച്ച ലെക്ചേഴ്സൊക്കെ ഒന്നുകൂടെ ഞാൻ നോട്ടൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്കൊരു വീക്ക്ലി എക്സാമിന് മുൻപായിട്ട് ആ ചാപ്റ്ററിൻ്റെ പല പേജസും നമുക്ക് നല്ല ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ കുറച്ചേ റിവൈസ് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ അത്രയും കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഫിസിക്സ് എനിക്ക് കമ്പാരിറ്റീവ്ലി മാർക്ക് കുറയുന്നൊരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലും ഫിസിക്സ് നോട്ട് ചെയ്യുന്നത് തന്നെയാണ് റിവൈസ് ചെയ്യാറ്. അപ്പോൾ അതിനകത്ത് നമ്മളെല്ലാം മൈന്യൂട്ട് പോയിൻറ്റ്സും എഴുതുമല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല ഇഫക്റ്റീവായിട്ടുള്ളൊരു റിവിഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ടാർഗറ്റ്സൊക്കെ ഏറെക്കുറെ എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. സോ ബൈ ഓൾ.